ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെയുള്ള കോളർ നെക്ക് വീനെക്ക് കോളർ കുത്തിയാണ്. ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് പറയാം. 2 പീസ് ക്ലോത്തിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഷോൾഡറിന് 7.5 ഇഞ്ചാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ആം ഹോളും 7.5 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. ആം ഹോൾ മാർക്ക് ചെയ്തതിന് ശേഷം ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് മെഷർ ചെയ്യാം. ചെസ്റ്റിന് 9.5 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. 1.5 ഇഞ്ച് സീം അലവൻസും ആഡ് ചെയ്യുന്നുണ്ട്. വേസ്റ്റ് ലെന്തായിട്ട് 14.5 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. 14.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ സൈഡിലേക്ക് 8.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. 1.5 ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്യാം. ഇനി അടുത്ത സ്ലിറ്റ് ലെന്തിന് ആയിട്ട് 21 ഇഞ്ചാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. 21 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ സൈഡിലേക്ക് 10 ഇഞ്ച് മാർക്ക് ചെയ്യാം. 1 ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്യാം. ഇനി ടോപ്പിൻ്റെ എൻഡിലായിട്ട് 11 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്യുക. കുർത്തിയുടെ ലെന്തായിട്ട് എടുത്തിരിക്കുന്നത് 48 ഇഞ്ചാണ്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്യുക. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബാക്ക് പോർഷൻ മാത്രമാണ്. ബാക്ക് പോർഷൻ്റെ നെക്ക് മാർക്ക് ചെയ്യുകയാണ്. 3.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. നെക്ക് ലെന്ത് 1/2 ഇഞ്ചുമേ ആണ് മാർക്ക് ചെയ്യുന്നത്. കോളർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് യു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ചെയ്യാം. ഫ്രണ്ട് നെക്കിന് ഇവിടെ ക്യാൻവാസാണ് എടുത്തിരിക്കുന്നത്. 15 ഇഞ്ച് ലെന്തുള്ള ക്യാൻവാസാണ് എടുത്തിരിക്കുന്നത്. 10 ഇഞ്ച് വിഡ്ത്തുമാണ് എടുത്തിരിക്കുന്നത്. നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തു. ലെന്ത് 14 ഇഞ്ചും മാർക്ക് ചെയ്തു. ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഒരു 1 ഇഞ്ച് കോളറും ഇവിടെ ലേസ് കൊടുക്കുന്നുണ്ടല്ലോ, ആ ലേസിൻ്റെ വിഡ്ത്തും കൂടെ എടുക്കുക. 1 ഇഞ്ച് പ്ലസ് ലേസിൻ്റെ വിഡ്ത്തും എടുത്തിട്ട് ആ കിട്ടുന്ന മെഷർമെൻറ്റിൻ്റെ പകുതി എടുക്കുക. അത് 14 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്നും ഓപ്പൺ സൈഡിലേക്ക് മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്ത പോയിൻറ്റും 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത പോയിൻറ്റും കൂടെ ഗ്ലാസ് ഷേപ്പിൽ വരച്ചെടുക്കുക. വരച്ചെടുത്തതിന് ശേഷം 1 ഇഞ്ച് എക്സ്ട്രാ പുറത്തേക്ക് മാർക്ക് ചെയ്യുക.
നെക്കിൻ്റെ ഓപ്പൺ പോർഷന് വേണ്ടിയിട്ട് ഒരു 7 ഇഞ്ച് മുകളിൽ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നെക്ക് കട്ട് ചെയ്തു. ഇനി ഈ 7 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിൻറ്റും കട്ട് ചെയ്തെടുക്കുക. പീസ് ക്യാൻവാസ് ക്ലോത്തിലേക്ക് വെച്ച് അയൺ ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ആ 7 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പീസ് ക്ലോത്തും അത് ഡബിൾ ലെയറായിട്ട് ഇട്ട് അയൺ ചെയ്തെടുക്കുക. 2 സൈഡിലും വരുത്തുന്ന രീതിയിൽ നോക്കാം. 18 ഇഞ്ച് ലെന്താണ് സ്ലീവിന് എടുത്തിരിക്കുന്നത്. 2 പീസ് ക്ലോത്തിനെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്നു. ഫോൾഡഡ് സൈഡിൽ ഒരു സൈഡിൽ 9.5 ഇഞ്ചാണ് വിഡ്ത്ത് എടുത്തിരിക്കുന്നത്. ഓപ്പൺ സൈഡിൽ നിന്ന് താഴേക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എൻഡിലും സ്ലീവിൻ്റെ എൻഡിലും മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യുക. അതിനുശേഷം സ്ലീവ് വരച്ചെടുക്കുക. വരച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. സ്ലീവ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് നെക്ക് ചെയ്യാം. ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ടുള്ള നെക്കാണിത്. ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശം തന്നെ എടുക്കുക. അതിലേക്ക് നെക്ക് വെക്കുക. മിഡിൽ പോർഷൻ രണ്ടിൻ്റെയും സെയിം ആയിട്ട് വരുന്ന രീതിയിൽ വെച്ച് പിൻ ചെയ്തെടുക്കുക. അതിനുശേഷം ഈ പോർഷനിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ പോർഷൻസ് കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ട് പോർഷൻ ചെയ്ത് കഴിഞ്ഞു. ഇത് ബാക്ക് പോർഷനാണ് ചെയ്യുന്നത്. ബാക്ക് പോർഷനിന് ഒരു ക്ലോത്ത് വെച്ച് തന്നെ ചെയ്തെടുക്കുക. ക്യാൻവാസ് യൂസ് ചെയ്യുന്നില്ല. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ചെയ്തതിന് ശേഷം ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. 2 സൈഡും ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു. അതിനുശേഷം ഞാൻ ലേസ് റൗണ്ടിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സ്റ്റിച്ച് ചെയ്തിട്ടില്ല, പിൻ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് നെക്കിൻ്റെ ഫുൾ റൗണ്ട് ഒന്ന് മെഷർ ചെയ്തെടുക്കാം. ഷോൾഡറൊക്കെ നേരെ പിടിച്ചിട്ടിട്ട് ഈ കാണുന്ന ആ ലെന്തിനേക്കാളും 1 ഇഞ്ച് എക്സ്ട്രാ താഴേക്ക് കൂടെ മെഷർ ചെയ്തെടുക്കുക. ഈ പോയിൻറ്റിൽ നിന്ന് തുടങ്ങി ഫുൾ റൗണ്ട് മെഷർ ചെയ്തെടുക്കുക. എനിക്കിവിടെ 38 ഇഞ്ചാണ് കിട്ടുന്നത്. ആ 38 ഇഞ്ചിലുള്ള ഒരു ക്യാൻവാസ് എടുക്കുക. ക്യാൻവാസിൻ്റെ വിഡ്ത്ത് 1 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. 2 ഇഞ്ച് വിഡ്ത്തുള്ള 2 പീസ് ക്ലോത്തും എടുക്കുക. ഒരു പീസിലേക്ക് ക്യാൻവാസ് അറ്റാച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ലേസ് ചുറ്റിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു സൈഡിൽ നിന്ന് തുടങ്ങി മറ്റേ സൈഡ് വരെ, മറ്റേ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫുൾ
ഫുൾ റൗണ്ടും ലേസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോളർ ചെയ്തെടുക്കാം. ഈ ക്ലോത്തിൻ്റെ അകവശമാണിത്. ഇത് നല്ല സൈഡിലേക്കാണ് ലേസ് അറ്റാച്ച് ചെയ്യുന്നത്. ഒരു കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം ലേസ് വെക്കുക. വെച്ചിട്ട് ഫുൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി മറ്റേ ക്ലോത്തും കൂടെ 2 ഇഞ്ചിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ക്ലോത്തിൻ്റെ നല്ല വശം ഉള്ളിൽ പോകുന്ന രീതിയിൽ വെച്ചിട്ട് അതുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി അത് പുറത്തേക്ക് എടുക്കുക. സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ 2 ക്ലോത്തും തിരിച്ചിടുക. തിരിച്ച് കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നെക്കിൽ അറ്റാച്ച് ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഡബിൾ ലെയർ ഇട്ട ക്ലോത്ത് ഇട്ട ആ പീസ് എടുക്കുക. അതിൻ്റെ ഈ ഫോൾഡ് ചെയ്യുന്ന സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിൽ ആക്കി വെക്കുക. അതിനുശേഷം കോളർ കൂടെ ഫുൾ റൗണ്ടിൽ വെച്ച് പിൻ ചെയ്തെടുക്കുക. പിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഫുൾ റൗണ്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. എൻഡ് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത രീതിയിലാണ് വെക്കേണ്ടത്. വെച്ചതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിൻ്റെ എൻഡിൽ വരുമ്പോൾ നമ്മൾ സ്ലിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നീഡിൽ കുത്ത് നിർത്തി തിരിച്ചെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്ലീവ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് സ്ലീവിൻ്റെ നല്ല സൈഡാണ്. നല്ല സൈഡിലാണ് ലേസ് വെച്ച് കൊടുക്കുന്നത്. ക്ലോത്തിൻ്റെ എൻഡ് നല്ല സൈഡിലേക്ക് രണ്ട് ഫോൾഡ് ചെയ്ത് ലേസിന് മുകളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഒന്നുകൂടെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉൾവശവും ഇതേ ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ 2 സ്ലീവും ചെയ്തെടുക്കുക. ഞാനിവിടെ 2 സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കുക. അതിനുശേഷം സൈഡ്സ് ജോയിൻ ചെയ്യുക. 2 സൈഡ്സും ജോയിൻ ചെയ്യുക സ്ലിറ്റ് വരെ. അതിനുശേഷം സ്ലിറ്റ് ചെയ്തെടുക്കുക. സ്ലിറ്റ് ചെയ്തെടുത്തതിന് ശേഷം അടി മടക്കി അടിക്കുക. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഇങ്ങനെ ഈ ഫിനിഷിങ്ങിൽ കിട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.